ആദ്യം നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ആണെങ്കിൽ നമ്മൾ അംഗീകരിക്കണം, ഉൾക്കൊള്ളണം, എന്നെങ്കിലേ ഒരു മുസ്ലിം ആവാൻ പറ്റുള്ളൂ. വേണ്ട. രണ്ടാമത്തത് എന്താ, ഖുർആനിനെ നമ്മള് കൂട്ടുപിടിക്കണം. ഞാൻ കാര്യമാണത്. പറഞ്ഞില്ലേ, ഞങ്ങള് ഇസ്ലാം അത് പറയുന്ന ആ കാര്യമാണത്. സന്ദർഭവും ആ സാഹചര്യോ അനുസരിച്ചിട്ട് ആ ഇസ്ലാം ടൈമിൽ അങ്ങനെയല്ലല്ലോ. ഉണ്ടാവുന്നതായിരിക്കും. ഈ കുമാരനെ ഉന്നോണ്ടോന്ന് കാണിച്ചു തരാം. ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് 6-ാം നൂറ്റാണ്ടിലേക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പടച്ചവനെ വെല്ലുവിളിക്കല്ലേ? ചോദിക്കുന്നത് നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. വിശ്വാസിയാ? വിശ്വാസി, തീർച്ചയായിട്ടും ഓക്കെ, വെൽക്കം ടു ദ ഷോ. പറഞ്ഞോളൂ. നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിം ആയിട്ടുണ്ടല്ലോ, അള്ളാഹു പറഞ്ഞ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാട്ടോ. ഒന്നുകൂടെ വ്യക്താക്കി തരാം ഞാൻ നിങ്ങൾക്ക്. കാരണം നമ്മള് രണ്ടാള് എങ്ങനാ നമ്മള് ബാഗ്ദാദിനെ പോലെയൊക്കെ. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അല്ല, ഒന്നിനെ നമ്മക്ക് തമ്മിൽ അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റൂല. അല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളുടെ ഉദാഹരണം പറഞ്ഞാണ്. അത് നമ്മള് മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ കാണുമ്പോഴല്ലേ ഞമ്മക്കൊരു വൃത്തി, ഒരു വ്യക്തത, ഒരു എന്താ പറയാ, ഞാൻ ഇതിലായത് കൊണ്ടുള്ള ഒരു നല്ല, നമുക്ക് എല്ലാം കൊണ്ട് ഒരു ഉൾക്കൊള്ളാൻ പറ്റണ്ട ഇസ്ലാമിനെ. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാള് എന്നുള്ള നിലക്ക്. കാരണം ഇതിലൊരു സംശയമില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളാണോ? 100%. അതുകൊണ്ടാണല്ലോ നമ്മൾ മുസ്ലിം ആവുന്നത്, ഇസ്ലാം ആവുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ബാഗ്ദാദി എന്ന് പറഞ്ഞ ആള് മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യം ചെയ്തിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിയൂല. നിങ്ങളാ ഫിലോസഫിക്കലായിട്ട് എനിക്ക് അറിയൂല. എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇവരെയൊക്കെ അറിയാം, പക്ഷെ ഞാനൊരു ഇവരെയൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾ നല്ല മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. മുഹമ്മദ് നബി ചെയ്യാത്ത എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? പറയൂ. പിന്നെ നിങ്ങൾ ഈ ചോദിക്കുന്ന എന്താ പറയാ, വലിയ വലിയ ആളുകളെ, ഇത് ചെറിയ കാര്യമല്ലേ? വലിയ വലിയ ആളെന്നല്ലോ. വലിയ ആളാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഹിന്ദുക്കളാവട്ടെ, ആദിവാസികളാവട്ടെ, ലോകത്ത് സൃഷ്ടിച്ച എല്ലാ ആൾക്കാരാവട്ടെ, അല്ലെ, നമ്മൾ ഈ മനുഷ്യന്മാരിൽ പെടുന്നതാണല്ലോ. അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഞാനിപ്പോ പഴയ പോലെ അല്ല, വഴക്കും വക്കാണൊക്കെ അടുത്ത്. ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. ഈ പഠിച്ച റബ്ബ് സൃഷ്ടിച്ച ലോകത്തുള്ള എല്ലാ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടല്ലോ. ഉണ്ടാക്കിയതും പഠിച്ചവനാണ് എന്ന് നമ്മൾ ഇല്ല, സംശയിക്കേണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ മുസ്ലിം, നിങ്ങളെ ജന്മം മുസ്ലിം അല്ലേ, പക്ഷെ നിങ്ങളെ മുസ്ലിം ആക്കിയതാരാ? തലമുറകളായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങളെ മുസ്ലിം ആണ് എന്ന് പറയാനുള്ള കാരണം? അല്ലല്ലോ, പഠിച്ചോനാക്കിയതല്ലേ. പഠിച്ചോൻ നിശ്ചയിച്ച പ്രകാരല്ലേ ഞാൻ മുസ്ലിം ആയത്. പഠിച്ചോൻ നിശ്ചയിച്ച പ്രകാരല്ലേ ഞാൻ എക്സ് മുസ്ലിം ആയത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. നിശ്ചയിച്ച പ്രകാരം അല്ല, അതിന് വ്യക്തത തീർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. കാരണം പഠിച്ചോന്റെ നമ്മള് സംസാരിക്കുന്ന അള്ളാഹുവിന്റെ വിധിയാണ്, ഖദർ ഖലാഇലുള്ളതാണ്. എന്നുവെച്ചാൽ പഠിച്ചോൻ തീരുമാനിച്ച കാര്യമാണ്. പഠിച്ചോൻ മുൻകൂട്ടി തീരുമാനിച്ചതാണോന്ന് വെച്ചാ ഞാനല്ല ഇപ്പൊ ഇതിന് മുൻകൈ എടുക്കുന്നത്, ഞങ്ങളെ വിളിച്ചത് കൊണ്ടല്ലേ. അപ്പൊ എനിക്ക് വിളിക്കാനുള്ള ഈ തോന്നല് വരുത്തിയ ആളാണ് പഠിച്ചോന്. കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. വിളിച്ചത് പഠിച്ചോനല്ലല്ലേ. നമുക്ക് ആ തോന്നൽ എനിക്ക് വിളിക്കാണ്ടെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചോൻ വിചാരിച്ച കാര്യങ്ങളാണോ പഠിച്ചോൻ പറയണത്? ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഈ വാക്കുകളൊക്കെ പഠിച്ചോൻ വിചാരിച്ച വാക്കുകളാണ്. നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കണമെന്ന് പഠിച്ചോൻ വിചാരിച്ചതാണോ? ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ, അതുപോലെ അറിയണ്ട, അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞില്ലേ, പഠിച്ചോന് വിചാരിക്കുന്നത് എന്താണോ അതാണ് നമ്മള് നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇതിനെയാണ് ഞാൻ ക്രോസ് ചെയ്തിന്. നിങ്ങള് വേറൊരു തലാണെങ്കിൽ എങ്ങനെ?
അപ്പൊ ഞാൻ ചോദിക്കണത് ഇപ്പൊ നിങ്ങൾ എന്നോട് മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്? മലയാളത്തിലാ നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കണം എന്ന് പടച്ചോൻ തീരുമാനിച്ചതാണെന്നല്ലേ നിങ്ങൾ പറയണേ? പക്ഷെ അത് എനിക്ക് അറിയൂല, അറിയാത്തൊരു കാര്യത്തിന് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല. എന്തറിയില്ലെന്ന്? ഞാനിപ്പോ ഈ സംസാരിക്കും പിന്നെ ഇന്നെ സൃഷ്ടിച്ചപ്പം തൊട്ടിട്ട് ഇന്റെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പോയിന്റിൽ പോലും വ്യത്യാസം വരാത്ത കോലത്തില് റബ്ബ് ഇന്നില് വെച്ചിട്ടുള്ള കാര്യം, അതായത് എഴുതപ്പെട്ട തിരക്കഥ ശരിക്കും ആക്കുകയാണോ? ഞമ്മക്ക് ഇത് അറിയുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ്. എങ്ങനെ നിങ്ങളിപ്പോ എന്നോട് മലയാളത്തിൽ സംസാരിക്കും എന്ന് പടച്ചോൻ തീരുമാനിച്ച കാര്യമല്ലേ? അത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയൂല. അത് നിങ്ങൾക്ക് എന്താണോ അതിന്റെ ആൻസർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയാ. അല്ല, ഇത് നമ്മൾ മദ്രസ പഠിച്ച കാര്യല്ലേ? പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെ ഒരു പഠിത്തം നിങ്ങൾ മദ്രസ പഠിച്ചിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടി? മദ്രസനെ പറയണം, കൊറേ പഠിച്ചോനെ പറയണം, കൊറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇന്റെ അടുത്ത് അത് കിട്ടൂല നിങ്ങൾക്ക്. പിഞ്ചു കുഞ്ഞാണല്ലേ. ഞാൻ അതൊന്നും അല്ല ചോദിച്ചു. ഞാൻ ചോദിക്കാൻ വന്നതെന്നാ നേരെ അങ്ങ് ചോദിക്കാം. ഓക്കെ, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. അപ്പൊ നിങ്ങളിപ്പോ എന്നോട് മലയാളത്തിൽ സംസാരിക്കുന്നു. നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കുമെന്ന് പടച്ചോൻ വിചാരിച്ചതാണെന്ന് നിങ്ങൾ പറയുന്നു. ഞാനൊക്കെ മദ്രസ പഠിച്ച കാര്യമാണ്. അപ്പൊ നിങ്ങൾ പടച്ചോൻ പറഞ്ഞത് മലയാളത്തിൽ വിചാരിച്ചത് മലയാളത്തിലാണ് എന്നിരിക്കെ നിങ്ങൾക്ക് എന്നോട് കൊറിയൻ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ? എന്താ നമ്മളോട് ശരിക്കും പറഞ്ഞത് എന്താ? ആദ്യം നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ആണെങ്കിൽ നമ്മള് അംഗീകരിക്കണം, ഉൾക്കൊള്ളണം, എന്നെങ്കിലേ ഒരു മുസ്ലിം ആവാൻ പറ്റുള്ളൂ. വേണ്ട. രണ്ടാമത്തത് എന്താ? ഖുർആനിനെ നമ്മള് കൂട്ടുപിടിക്കണം. കൂട്ടുപിടിക്കണം എന്ന് പറയുമ്പോ ഇപ്പൊ ഖുർആൻ നമ്മള് പിന്നെ ഒരു സൂറത്ത് ഓതുമ്പോ അതിന്റെ അർത്ഥം ഓതും. അള്ളാഹു കാരുണ്യവാനാണെന്ന് എത്രയോ പ്രാവശ്യം അതിലുണ്ട് ഇല്ലേ? ഖുർആനിലില്ലേ? അപ്പോ നമ്മളിങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഈ മലയാളം വായിക്കുമ്പോൾ അതിന്റെ ഖുർആനും ഓതും, അതിന്റെ അർത്ഥം ഓതും, ഉറക്കനെ വായിക്കും ഞാൻ മലയാളത്തിൽ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഖുർആൻ ഇങ്ങനെ തുറക്കുമ്പോ അതിനകത്ത് അല്ലാഹു റഹീമാണ്, റബ്ബ് കാരുണ്യവാനാണെന്നുള്ള ഒരു മിനിറ്റ്. അപ്പൊ ഇതേ അള്ളാഹു തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങളും ഇല്ലേ? അതായത് ഞാൻ അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഭയം ഇട്ട് കൊടുക്കും, അന്നേരം നിങ്ങൾ അവരുടെ അള്ളാഹുവിനും മുഹമ്മദ് നബിക്കും എതിരെ അങ്ങനെയൊന്നും സംസാരിക്കാൻ എനിക്ക് അതെന്തുകൊണ്ടറിയോ? നിങ്ങളെ കൂടുതൽ സംസാരം ഞാൻ കേൾക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നെഗറ്റീവിലേക്ക് പോയി കഴിയുമ്പോ ആ നെഗറ്റീവിനെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. പിന്നെ ടൈം വേസ്റ്റാ. ഷോക്ക് അടിക്കേണ്ട ടൈമായി. അത് നിങ്ങൾ അങ്ങനെ പോയാലും എങ്ങനെ ശരിയാവുക? നിങ്ങളൊരു അത് മുഹമ്മദ് നബിയെ കാണുമ്പോഴോ അല്ലെ ഏതെങ്കിലും വേദി ഉണ്ടല്ലോ ആ വേദിയിൽ നമുക്ക് സംസാരിക്കാം. മുഹമ്മദ് നബി ഉൾക്കൊള്ളും എന്ന് പറയുമ്പോ മുഹമ്മദ് നബിയില് ഉള്ള തെറ്റായ കാര്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കണേ. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ത് തെറ്റായ കാര്യങ്ങള് അങ്ങനെയാണെ അത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ഖുർആൻ പരിചയപ്പെടുത്തി തരൂല. 100% അതുകൊണ്ടാണല്ലോ നമ്മൾ ആ തെറ്റുകൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. കാരണം ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന ഒരാളെ പ്രവാചകൻ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെ ഈ കൊറേ തോട്ട്സുകള് നെഗറ്റീവായിട്ട് ഇത് ഹദീസിലുള്ള കാര്യം നമ്മൾ പറയുന്നത്. പിള്ളേരാണ് ചരിത്രം പഠിക്കുക. ഇല്ല ഹദീസിലുള്ള കാര്യം മോചിപ്പിക്കപ്പെട്ട തിരിച്ചു വിളിച്ച് അവളെ വീണ്ടും ആക്കുന്ന ഒരു പ്രവാചകനെ, ഇസ്ലാമിനെ പറ്റി ആ ഒരു പ്രവാചകനെ നമുക്ക് എങ്ങനെയാണ് പ്രവാചകൻ എന്ന് വിളിക്കാൻ കഴിയുക? നിങ്ങൾക്ക് കിട്ടണം. ഇത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കൂ. വേണ്ടിയിട്ട് നമ്മള് ഹദീസുകളല്ലേ പറയുന്നത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? നമ്മൾ ഹദീസല്ലേ പറയണേ, നമ്മൾ ഖുർആനല്ലേ പറയണത്. അത് തെറ്റാണെന്നാണ് നിങ്ങൾ പറയണത് ഹദീസിൽ എഴുതി വെച്ചതൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സഹിയായ ഹദീസ് നിങ്ങൾ തള്ളിയാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താണ്. കലിമ ചൊല്ലണം. നിങ്ങൾ കലിമയല്ലേ ബാക്കി എന്നിട്ട് നമുക്ക് പറയാം. നിങ്ങളെ വിശ്വാസല്ലേ? എന്റെ വിശ്വാസമല്ല, ഇസ്ലാം പറയുന്ന കാര്യമാണ്. ഇസ്ലാം പറയുന്ന കാര്യമാണ്. സന്ദർഭോ ആ സാഹചര്യോ അനുസരിച്ചിട്ട് ആ ടൈമിൽ ഉണ്ടാവുന്നതായിരിക്കും. ഈ കുമാരനെ ഉന്നോണ്ടോന്ന് കാണിച്ചു തരാം.
ഇസ്ലാം എല്ലാ അല്ലാണ്ട് കാലത്തേക്കും അതിന് ഉള്ളതല്ലേ? ഇപ്പോഴത്തെ കൊറേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുഗത്തിൽ വെച്ചിട്ട് അതിന്റെ ഇസ്ലാം ടൈമിൽ എല്ലാ പറഞ്ഞ കാലത്തേക്കും ഉള്ളതാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നിങ്ങളത് 6-ാം നൂറ്റാണ്ടിലേക്ക് ഖുർആനിനെ മാത്രമുള്ളതാണെന്ന് മാതൃക പറഞ്ഞാൽ ആക്കണങ്ങള്. നിങ്ങൾ പടച്ചവനെ ഖുർആനിന്നാണ് അത് വെല്ലുവിളിക്കല്ലേ? ചോദിക്കുന്നത്. എടാ നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. അതന്നെ നമ്മൾ ചോദിക്കുന്നത്. ഖുർആനിന്നാവണങ്ങള് ചോദിക്കുന്ന ഏതോ അതന്നെയല്ലേ നമ്മൾ കാലത്ത് ഏതോ ചോദിക്കുന്നത്. ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുറാനിൽ തന്നെ ഞാൻ ചോദിക്കുന്നത്. ഒരു ഖുറാനില് കാര്യം ഇപ്പൊ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങള് കേൾക്കൂ ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ഭാര്യയല്ലേ ഉള്ളൂ അല്ലേ? ഒരു നിങ്ങളെ ഭാര്യയേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ കൂടാതെ 4 ഭാര്യയും വെക്കുന്നു, അല്ലെങ്കിൽ 3 ഭാര്യ വേറെയും കെട്ടുന്നു. എന്നിട്ട് അതും പോരാതെ നിങ്ങളെ ഭർത്താവ് പോയിട്ട് ഒരു ഫാമും അങ്ങ് തുടങ്ങിയിട്ട് അവിടെ പോയിട്ട് പൂശുന്ന പരിപാടിയും തുടങ്ങി. നിങ്ങൾ അതിനോട് യോജിക്കോ? എന്ത് പറ്റി രമണ? പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളെ സംസ്കാരത്തിലേക്ക് വരാൻ ഇത് സംസ്കാരം എന്റെ അല്ല, ഇത് ഖുറാനിൽ എഴുതിയ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 4 ഭാര്യമാരെ കെട്ടാം, നിങ്ങൾക്ക് ഭാര്യമാരെ കെട്ടാം, അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആക്കാം എന്ന് ഖുറാനിലെ ആയത്താണ് ഞാൻ പറയുന്നത്. അത് എന്റെ സംസ്കാരത്തിന്റെ വിധത്തില് എന്റെ സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. എങ്ങനെയാണ് അത് ഖുറാന്റെ സംസ്കാരത്തിന്റെ പ്രശ്നമല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? നിങ്ങള് അള്ളാഹു കാരുണ്യവാനാണെന്നുള്ള ആയത്ത് മാത്രം എടുത്തിട്ട് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല താത്ത. അത് അതിവിടെ നടക്കില്ല. തലമുറ കൊണ്ട് തെളിയിപ്പിച്ച് തരും. കാലക്രമേണ തെളിയിക്കാൻ ബാക്കി ഇസ്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. കൂടെ ബോധ്യപ്പെടുത്തി തരൂ ഇൻഷാ അല്ലാഹ്. ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ലോകം മുഴുവൻ ഇത് റെക്കോർഡാക്കുങ്ങള്. എന്നിട്ട് എന്താ അറിയോ, ഇത് എന്താ പറയാ, വജ്രങ്ങളില് നമ്മള് എഴുതി വെട്ടി തിളങ്ങുന്നില്ലേ, ആ തിളങ്ങുന്ന രൂപത്തിലായിട്ട് ണ്ടെങ്കില് പറ്റുന്നതിലുള്ള നിങ്ങളിത് റെക്കോർഡ് ചെയ്യട്ടോ. കൂട്ടിയിട്ട് നിങ്ങളോട് പറയുന്നു. ശരി എന്നാല് അസ്സലാമു അലൈക്കും. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.